ഫക്രുദ്ദീൻ അലി പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 24 ലോക്സഭാ ഇലക്ഷന്റെ സമയത്താണെന്ന് തോന്നുന്നു, ഒന്നുകിൽ ഒരു യുദ്ധം തോൽക്കണം, യുദ്ധത്തിൽ ഭാരതത്തിന് വളരെയേറെ നഷ്ടമുണ്ടാവണം, അതല്ലെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് ഭാരതത്തിന് വളരെയേറെ നഷ്ടമുണ്ടാവണം, അല്ലാതെ മോദിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ പറ്റില്ല എന്ന് ഫക്രുദ്ദീൻ അലി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഫക്രുദ്ദീൻ അലിയാണ് അത് വിളിച്ചു പറഞ്ഞത്, ഓപ്പണായിട്ട് പറഞ്ഞത് ഫക്രുദ്ദീൻ അലിയാണ്. അതുകൊണ്ടാണ് ഞാൻ കോട്ട് ചെയ്തത്. സോ ആ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിനോദസഞ്ചാരികളെ ഇത്രയും കോളിളക്കം സൃഷ്ടിച്ച ഈ വിലപ്പെട്ട 26 ജീവനുകൾ കവർന്നെടുത്തു കഴിഞ്ഞാൽ ഭാരതത്തിന് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. പ്രതികരിച്ചു. ഇൻഡസ് വാട്ടർ ട്രീറ്റി താൽക്കാലികമായിട്ട് മരവിപ്പിച്ചു, വെള്ളം വിടുന്നത് നിർത്തി. അത് കഴിഞ്ഞപ്പോൾ മറ്റൊരു ഡാമിൽ നിന്ന് വെള്ളം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തുറന്നു വിട്ടു. ഈ തീവ്രവാദി ആക്രമണം, വിനോദസഞ്ചാരികൾക്ക് നേരെയുള്ള ഈ തീവ്രവാദി ആക്രമണം ഒരു പ്രകോപനമായിരുന്നെങ്കിൽ അതിന്റെ തിരിച്ചുള്ള അതിലും വളരെ വലിയൊരു പ്രകോപനം ഇന്ത്യ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഭയത്തിനറിയാലോ, നമ്മളെല്ലാവരും പണ്ട് മുതലേ കേട്ടിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യ ഒരിക്കലും മറ്റൊരു രാജ്യത്തെ ആക്രമിച്ചിട്ടില്ല. അതിനു മുന്നേയും അങ്ങനെ ഒരു ആക്രമിക്കുന്ന ഒരു പതിവ് ഇന്ത്യക്കില്ല. ഭാരതത്തിന് അങ്ങനെ ഒരു പതിവില്ല. ഇപ്രാവശ്യവും ഭാരതം ആക്രമിക്കില്ല. ഇങ്ങോട്ടൊരു പ്രകോപനം, അതിൽ വളരെ വലിയ ഇരട്ടിയിലുള്ള ഒരു പ്രകോപനം തിരിച്ചങ്ങോട്ടും നടത്തിയിട്ടുണ്ട്.